നമസ്കാരം, ഇന്ത്യൻ ക്ലാസിഫൈഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിൻ. ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട ചൂണ്ടുപലക എന്ന് പറഞ്ഞ പ്രോപ്പർ പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വഴി ഞാനൊന്ന് ആദ്യം പരിചയപ്പെടുത്താം നമ്മുടെ പ്ലോട്ടിലേക്കുള്ളത്. ഒന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആമച്ചൽ എന്ന് പറഞ്ഞ റൂട്ടാണ്. ഈ റൂട്ടിലേക്കാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകാനുള്ള വഴി. ഈ റൂട്ടിലേക്ക് നമുക്ക് നെയ്യാർ ഡാം, പിന്നെ ലയൺ സഫാരി, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു 500 മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ സ്വരം ലയം സിനിമാസ്. ഓക്കെ, ഇവിടുത്തെ ഒരു ഫേമസ് തിയേറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് വെറും ഒരു 500 മീറ്റർ മാറിയാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്ലോട്ട് ഒന്ന് കണ്ടാലോ. അതിന് മുമ്പായിട്ട് എനിക്കൊരു ഒറ്റ കാര്യം പറയാനുണ്ട്. നമ്മളൊരു പ്ലോട്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇപ്പോൾ വീട് വെക്കാനായാലോ വാങ്ങിച്ചിടാനോ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിന്റെ അക്സസിബിലിറ്റി ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കാട്ടാക്കടയിൽ മെയിനായിട്ട് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ വിസ്മയ ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ ഇവിടെ തൊട്ടടുത്ത് രാമചന്ദ്രൻ, ഫേമസ് ട്രിവാൻഡ്രത്ത് രാമചന്ദ്രൻ പണിതീരാറായി ഫൈനൽ സ്റ്റേജിലാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ നിയോഡേൽ സ്കൂളുണ്ട്, പിന്നെ പങ്കജേശ്വരി ഹോസ്പിറ്റൽ, നെയ്യാർ മെഡിസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഒരു നല്ലൊരു പോയിന്റിലാണ് നമ്മൾ പ്ലോട്ട് ഇരിക്കുന്നത്. അത് ഞാൻ പ്ലോട്ട് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ നമ്മുടെ പ്ലോട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചൂണ്ടുപലക ജംഗ്ഷനിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പ്ലോട്ടിന്റെ എക്സാക്ട് ലൊക്കേഷൻ, ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് അവിടെയാണ്, മുതിയാവിള ജംഗ്ഷൻ. മുതിയാവിള, കാട്ടാക്കടയിൽ മുതിയാവിള ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് എക്സാക്ട്ലി നമ്മുടെ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ പ്ലോട്ട് വന്നിട്ട് 5 സെന്റാണ്. ഓക്കെ, 1 സെന്റിന് ഓണർ ചോദിക്കുന്ന റേറ്റ് 6 ലക്ഷം രൂപയാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ് ആസ് ഓൾവേസ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു പ്ലോട്ട് നോക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള അക്സസിബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ചിലപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ ചിലപ്പം ഫുള്ള് നമ്മൾ പറിച്ച് നടുകയായിരിക്കും നമ്മളെ തന്നെ. അപ്പോൾ നമുക്ക് അവിടുത്തെ സിറ്റുവേഷനോട് നമ്മൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കാട്ടാക്കടയിൽ നിന്ന്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാട്ടാക്കട മെയിൻ ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് വെറും ഒരു 1 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്ന ദൂരം. അപ്പൊ ഇതിന് ചുറ്റുമുള്ള അക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഏറ്റവും ഫേമസ് ആയ രാമചന്ദ്രൻ ഇവിടെ ഇപ്പൊ തൊട്ടടുത്ത് പണി നടക്കുകയാണ്. അത് തീരാറായി, അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത കാട്ടാക്കടയിലെ വിസ്മയ, ഏറ്റവും ഇവിടുത്തെ ഫേമസ് ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് വിസ്മയ. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്താണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ചുറ്റും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ വഴി നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ റൂട്ട് പോകുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ തന്നെ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ നെയ്യാർ ഡാമിലേക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് നമ്മുടെ ലയൺ സഫാരി പാർക്ക് തുടങ്ങിയ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്സ് എല്ലാം ഈ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ആ കാണുന്ന റൂട്ടിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാട്ടാക്കട മെയിൻ റോഡും ജംഗ്ഷനും ചൂണ്ടുപലക ജംഗ്ഷനും എല്ലാം വരുന്നത് ആ റൂട്ടിലേക്കാണ്. ഒരു 4 മീറ്റർ ടാറിട്ട വഴി തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ലോറി സൈറ്റ് ആണ്. പോരാഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു വലിയ കാറോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കിത് ഓടിച്ചു കൊണ്ടിറക്കാൻ പറ്റുന്ന നല്ല വലിയ സ്പീഷ്യസ് ആയ ഒരു റോഡ് തന്നെ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക്, അതായത് മെയിൻ റോഡിൽ നമ്മുടെ പ്ലോട്ടിലേക്ക് വെറും 50 മീറ്റർ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പം പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറുമ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആക്സസിബിലിറ്റി പോരാഞ്ഞിട്ട് നമ്മൾ വലിയ ഉള്ളിലേക്കല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അത് 100% ഞാൻ ഗ്യാരണ്ടി ചെയ്യും. കാരണം ഒട്ടും ഉള്ളിലേക്കല്ല. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ കണ്ടില്ലേ, വെറും 50 മീറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടായി. ഇവിടെ ഒരു വീട് വെച്ചാൽ തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് എല്ലാം പുറത്തിറങ്ങാൻ പറ്റും, എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ബസ് റൂട്ടാണ്, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടൊരു അടിപൊളി സ്പോട്ടിൽ തന്നെയാണ് നമ്മുടെ ഒരു പ്ലോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലോട്ട്. 5 സെൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്നത്. അപ്പോൾ ചുറ്റും നമുക്ക് അതിര് കാണാൻ പറ്റും. ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടം തൊട്ടാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ അതിര് സ്റ്റാർട്ടാവുന്നത്. ഇവിടെ നിന്ന് ആ എൻഡ് വരെ. അതുപോലെ തന്നെ അവർ നല്ല ഭംഗിയായിട്ട് അവരുടെ കോമ്പൗണ്ട് നന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ തൽക്കാലം ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് വാഴയും മരിച്ചിനെയൊക്കെ നട്ടിട്ടുണ്ട് അവരിവിടെ. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു 5 സെൻറ്റിൽ പണിത് തീർക്കാൻ പറ്റും. ഇനി വീടല്ല, ഇൻ കേസ് നിങ്ങൾ ഈ സ്ഥലം മാത്രം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ആയിട്ടുള്ളൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും ഇത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്പോട്ടിലാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് ഇരിക്കുന്നത്. കാട്ടാക്കടയിൽ ഞാൻ പറഞ്ഞ എല്ലാ അക്സസിബിലിറ്റിയും ഉണ്ട്. പോരാഞ്ഞിട്ട് മെയിൻ റോഡിലേക്ക് വെറും 50 മീറ്റർ മാത്രം കയറിയ മെയിൻ റോഡ്, ബസ് റൂട്ടും കൂടെയാണ്. അപ്പം നല്ലൊരു സ്പോട്ടിൽ തന്നെയാണ് ഈ പ്ലോട്ട് ഇരിക്കുന്നത്. വീട് വയ്ക്കാനായാലും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിനായാലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഇതിൻ്റെ പർച്ചേസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
6 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ഓണർ ചോദിക്കുന്നത്. തീർത്തും നെഗോഷ്യബിൾ ആണ്. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത് ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ്, ഇടയ്ക്ക് ഒരു ബ്രോക്കറേജ് ഒന്നുമില്ല. ഡയറക്റ്റ് ഓണർ സെയിലാണ്. നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എന്തൊക്കെ സംശയം നിങ്ങൾക്കുണ്ടാവും എല്ലാം ഓണറുമായിട്ട് ഡയറക്റ്റ് വിളിച്ച് ക്ലിയർ ചെയ്ത് ഓണറുമായിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡീല് ഉറക്കും. അപ്പോൾ ഞാൻ നേരത്തെ അക്സസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറഞ്ഞാൽ തീരാത്തത്ര അക്സസിബിലിറ്റി കാര്യങ്ങളുള്ള ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെ ഫിനിഷിംഗ് സ്റ്റേജിലുള്ള രാമചന്ദ്രൻ ഓക്കെ ഇതിവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ വിസ്മയുടെ ഹൈപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റും, പിന്നെ പോരാഞ്ഞിട്ട് KCB വൈദ്യുതി ഭവനം കാട്ടാക്കട, പിന്നെ തൊട്ടടുത്ത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോലീസ് സ്റ്റേഷൻ ഓക്കെ. പിന്നെ ബാങ്കുകൾ പറയുന്നത് വരിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. SBIയുടെ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ ഒരു ലോഡ് അക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ള പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഓക്കെ.